ഇന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ എക്സിൻ്റെ ഫീലിംഗ് അല്ലെങ്കിൽ തോട്ട്സ് നിങ്ങളെക്കുറിച്ച് ഈ സമയത്ത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ 4 കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഏത് കാർഡ്സാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. നോക്കാതെ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ 4 ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. കാർഡ് നമ്പർ 1, 2, 3, 4 4 കാർഡ്സാണ്. അതിനകത്ത് ഞാൻ നോക്കാൻ പോവുകയാണ് നിങ്ങളുടെ എക്സിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് അറ്റ് പ്രസൻറ്റ് എന്താണ്. ആരെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചൂസ് ചെയ്തോ? എടുക്കട്ടെ. കാർഡ് നമ്പർ 1. കാർഡ് നമ്പർ 1 9 ഓഫ് ബോൺസ് ആണ്. അവിടെ തടസ്സം തന്നെയാണ്. അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നതായിട്ട്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് തന്നെ റീസൺ ആയാലും നിങ്ങൾ തമ്മിൽ പിരിയാനുണ്ടായ സാഹചര്യം എന്ത് തന്നെ ആയാലും അതവിടെ തുടരുന്നതായിട്ടും, അവർ നിസ്സഹായ അവസ്ഥയിലാണ്. അവർക്ക് ലൈഫിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് റീയൂണിയന് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു റീയൂണിയൻ പോസിബിലിറ്റി അവിടെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കാർഡ് നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളെപ്പോലെ തന്നെ അവരും എവിടേക്കോ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റി, നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നൊക്കെയുള്ള ആലോചന, സങ്കടം ഉണ്ട്. നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാറുണ്ട്. സിറ്റുവേഷന് ഒരു മോചനം ഒക്കെ അവർ പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ ഇതേപോലെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അവർ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റി, ടാരോ ഒക്കെ ഫോളോ ചെയ്യാറുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ടാരോ റീഡിങ്സ് ഒക്കെ എടുക്കുന്നുണ്ടാവും നിങ്ങളെ പറ്റിയിട്ട് എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. അതായത് അവർക്ക് പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിച്ചിട്ടില്ല. മാനസികമായിട്ട് ഇപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. കാർഡ് നമ്പർ 3 2 ഓഫ് വാൻഡ്സ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമായിരിക്കും അവർ നിങ്ങളെ വിട്ട് പോയത്. ആ സിറ്റുവേഷൻ അവിടെ അങ്ങനെ തന്നെ തുടരുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതിൽ നിന്നും ഒരു മൂവിങ് ഓൺ അവർക്ക് സാധിച്ചിട്ടില്ല. അതായത് ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവിടെ തടസ്സം തന്നെയാണ് കാണുന്നത്. കാർഡ് നമ്പർ 4 3 ഓഫ് കപ്സ്. ഇവർ നിങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, പക്ഷേ ഓൺ ആൻഡ് ഓഫ് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, കാണാറുണ്ടായിരിക്കും. ഒരു ഫ്രണ്ട് സോൺ ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് തുടർന്ന് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ. അവർക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിലും അവർക്ക് ദേഷ്യമൊന്നുമില്ല. ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്.